പ്ലീസ് അവന്റെ മൊബൈൽ നമ്പർ വേറെ എന്തെങ്കിലും തരുമോ? ഓ ആയിക്കോട്ടെ, ഓക്കെ. ഉരുക്ക് സതീശനോ? ഗുണ്ടയോ? പ്ലീസ് എനിക്കൊന്ന് നമ്പർ താ. ഈശ്വര, ഞാൻ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നെങ്കിലും ഒരിക്കൽ ദേഷ്യമൊക്കെ മറന്ന് വിശാല് തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്റെ ഭഗവാനെ. ഹലോ ഹലോ, വിശാലല്ലേ? അതെ. അല്ല, ഇതാരാ ഇപ്പം? ആരാ? നോക്ക് ചേട്ടാ, ഞാൻ രമ്യയാണ്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ എനിക്ക് നിന്നെ കാണണ്ടാന്ന്. എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? നോക്ക്, അന്ന് നിങ്ങൾ പോയതിൽ പിന്നെ ധന്യ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ അവളുടെ ജ്വല്ലറിയുടെ മുന്നിൽ തന്നെ ചെറിയൊരു ജ്വല്ലറി തുടങ്ങി. മുൻപേ കസ്റ്റമേഴ്സുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് അത് നന്നായി പോകുന്നുണ്ട്. എന്നെ തകർക്കാൻ ശ്രമിച്ച ആ ധന്യയെ ഞാൻ കുത്തുപാള എടുപ്പിച്ചു. ഇപ്പൊ അവളുടെ ആ ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ്. നോക്ക്, എനിക്ക് നിന്റെയോ ധന്യയുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു താല്പര്യമില്ല. നീ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ഫോളോ ചെയ്യരുത്. പക്ഷെ ചേട്ടാ, എനിക്ക് പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. ഇത്രയും കാലം ഞാൻ നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചതോ? അതല്ല നിങ്ങൾ പോയി അന്ന് മുതൽ ഇന്ന് വരെ വിവാഹം പോലും കഴിക്കാതെ കാത്തിരുന്നതോ? എടി, നീ എപ്പോഴാടി ശരി ചെയ്തേ? ഒരു പാവം മനുഷ്യന്റെ ജീവൻ നീ എടുത്തു. അതിന്റെ പാപം എന്റെ തലയിലായി. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമായി എന്റെ അമ്മയും സഹോദരിയും മരിച്ചു. അതൊക്കെ ചേട്ടന്റെ തോന്നലാണ്. നോ, അല്ല. നോക്ക്, ഇനിയും സമയം വൈകിട്ടില്ല. ചേട്ടൻ ഈ ഫാന്റസിയൊക്കെ ഉപേക്ഷിച്ചൊന്ന് തിരിച്ചു വാ. ഞാനിപ്പോ പുതുതായി 3 ജ്വല്ലറി കൂടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശാന്തിയോടും സമാധാനത്തോടും കൂടെ ഒരുമിച്ച് ജീവിക്കാം. നോ, ഒരു കാരണവശാലും ഞാൻ തിരിച്ചു വരില്ല. നിന്റെ വിവാഹം കഴിക്കുകയില്ല. കാരണം നിന്നെ ഞാൻ കാണുന്ന രക്തം ഊറ്റി കുടിക്കുന്ന ഒരു രാക്ഷസിയായിട്ടാണ്. നിനക്കെപ്പോഴും പണത്തിനോടാണ് സ്നേഹം, അല്ല അത്യാഗ്രഹം. പണഭ്രാന്ത് മൂത്ത് നീ മനുഷ്യത്വം മറന്നു, സ്നേഹം മറന്നു. നിന്നെ പോലത്തെ ഒരു രാക്ഷസിയെ സ്നേഹിച്ചാൽ ഞാൻ ലജ്ജിക്കുന്നു. രാക്ഷസിയോ? ഞാനോ? നീ കാരണം ഞാനൊരു പക്ക ക്രിമിനലായി. ഓക്കെ വിശാൽ, ഗുഡ് ബൈ. ഇനി നിങ്ങളെ ഞാൻ ഒരിക്കലും വിളിക്കില്ല. ഇത് അവസാനത്തെ വിളിയാണ്. ഐ എം സോറി ഫോർ എവരിതിങ്. എല്ലാത്തിനും മാപ്പ്. ഒരിക്കലും വിളിക്കരുത്. ഇവൾക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? വല്ലാത്തൊരു കഷ്ടായി പോയി. ചുവന്ന റോസാ പൂക്കളിൽ മുത്തമിടും മഞ്ഞുതുള്ളിയേ, നിഴലായി നീലാവായി നീ കൂടെ വരുന്നു. പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി. ചുവന്ന റോസാപ്പൂക്കളിൽ മുത്തമിടും മഞ്ഞുതുള്ളിയേ, നിഴലായി നീലാവായി നീ കൂടെ വരുന്നു. പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി. സതീഷേട്ടനോട് ഇപ്പൊ എന്താ പറയാ? സതീഷേട്ടാ. ഹലോ, ഇത് ഞാനാ, ചന്ദ്രദാസ്, രാജേന്ദ്രന്റെ സഹോദരൻ. ചന്ദ്രദാസോ? ഇത്രയും കാലം നീ മുങ്ങി നടന്നില്ലടാ. എനിക്ക് അർഹതപ്പെട്ട സ്വത്തെല്ലാം നീ അടിച്ചു മാറ്റി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ചന്ദ്രദാസേ, നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്നെ ഒന്ന് തനിച്ച് കാണണം, അത്രയല്ലേ ഉള്ളൂ. കണ്ടാ മാത്രം പോരടാ, ഇതുവരെയുള്ള എല്ലാ കണക്കും എനിക്ക് തീർക്കണം. നീ ഇപ്പൊ എവിടെയുണ്ട്? നീ നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെ ഉണ്ടടാ. ശരി, അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ്, ഞാനിപ്പോ എത്തി. ശരി. സതീഷേട്ടാ, പക്ഷെ ഈ 2 ആഴ്ച മുമ്പ് എടുത്ത നമ്പർ ഇവർക്കൊക്കെ എങ്ങനെ കിട്ടിയത്? ഗായത്രി, ഈ നമ്പറും മൊബൈലും നീയാണ് എനിക്ക് തന്നത്. അതെ. ഈ നമ്പർ നിനക്ക് മാത്രമേ അറിയൂ, പിന്നെ ഇവർക്കൊക്കെ എങ്ങനെ നമ്പർ കിട്ടി? അത് ഗായത്രി, നീ എന്നെ ചതിക്കുകയാണോ? നീയല്ലേ ഈ നമ്പർ എല്ലാവർക്കും കൊടുത്തേ? അയ്യോ സതീഷേട്ടാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സതീഷേട്ടൻ വിചാരിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യൂന്ന്? പുറകിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. ഇവരൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം. സതീഷേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? അതൊന്നും വേണ്ട. ശരി, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചൂടെ? ഇപ്പൊ ഇവരുടെ മുന്നിൽ പോകാതിരുന്നൂടെ? ഒരു കല്യാണം. ശരി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ?
അല്ല വിശാലെ, നീ മൊട്ടയടിച്ചപ്പോ ആളെ കാണുമ്പോ മനസ്സിലാവുന്നല്ലോ. ഒരു മനുഷ്യൻ തിരിച്ചറിയപ്പെടുന്നത് അവന്റെ രൂപം കൊണ്ടല്ല, അവന്റെ സ്വഭാവം കൊണ്ടാണ്, അവന്റെ പ്രവൃത്തി കൊണ്ടാണ്. അന്നും ഇന്നും ഞാൻ ഒരേ വിശാലാണ്. നീ എനിക്ക് അർഹതപ്പെട്ട സ്വത്തെല്ലാം തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ഇന്നത്തോടെ നീ പരലോകം കാണും. അപ്പൊ നീ വിവരം ഒന്നും അറിഞ്ഞില്ലേ? അതെല്ലാം പോയി. ഞാൻ ആ സ്വത്തെല്ലാം വിവേകാനന്ദ ട്രസ്റ്റിന്റെ പേരിൽ എഴുതി കൊടുത്തു. എന്ത്? ഇപ്പൊ അവരാണ് എല്ലാ കാര്യം നോക്കുന്നത്. എനിക്കതിൽ ഒരു അവകാശവും ഇല്ല. എനിക്ക് അവകാശപ്പെട്ട സ്വത്താ നീ ട്രസ്റ്റിന് എഴുതി കൊടുത്തത്. ചന്ദ്രദാസേ, നീ ഇപ്പൊ പോ. എന്റെ കയ്യിൽ എന്റെ ഒന്നുമില്ല. പൈസ പോയി. നിന്റെ ജീവനെങ്കിലും ഞാൻ ഇന്നെടുക്കും. നിന്നെ ഞാനിന്ന് കൊല്ലും. ഞാൻ ഒരുങ്ങി ഇറങ്ങിയതാടാ. അവന്റെ ഒരു ചന്ദ്രദാസേ, ഉരുക്ക് വേണ്ട. സതീശൻ. അയ്യോ. അയ്യോ സതീഷേട്ടാ വേണ്ട, സതീഷേട്ടാ വേണ്ട. ദാ, നിന്റെ സ്വത്ത് ഞാൻ എല്ലാവരും ഒരുമിച്ച് ഇടാം. സതീഷേട്ടാ വേണ്ട. അവന്റെ ഒരു സ്വത്ത് ഭ്രാന്ത്. സതീഷേട്ടാ. കൊല്ലൂടാ. അയ്യോ സതീഷേട്ടാ. കൊല്ലൂടാ നീ. സതീഷേട്ടാ. അയ്യോ കൊല്ലൂടാ പന്നിനെ. കുറെ നാളാണ് നിനക്ക്. അയ്യോ സതീഷേട്ടാ നിർത്ത്. അയ്യോ സതീഷേട്ടാ. സതീഷേട്ടാ. അയ്യോ സതീഷേട്ടാ ഒന്ന് നിർത്ത്. ഞാൻ അവസാനിപ്പിക്കടാ. വിശാലെ, ബീച്ചിൽ വെച്ച് അന്ന് നിനക്ക് ഒരു അവസരം തന്നതാ. അന്ന് നീ കേട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ നീ. അയ്യോ, അയ്യോ, സതീഷേട്ടാ. വിശാല വേണ്ട. ഇതാ, വിശാല വേണ്ട. കൊല്ല് അവനെ, കൊല്ല്. അയ്യോ അമ്മേ. സതീജ, ഇനി നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ പോവാ. അതിന്റെ ആവശ്യമില്ല. ചേട്ടൻ എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഈ കൊലപാതകം ഞങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. അതെങ്ങനെ പോകാൻ പറ്റുമോ? നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രമ്യയോടും ചന്ദ്രദാസനോടും ഈ കാര്യം പറഞ്ഞു കൊടുത്തത് ആരാന്ന്? ആരാണ്? അത് ഞാനാണ്. അച്ഛനെന്തിനാ അങ്ങനെ ചെയ്തേ? കഴിഞ്ഞ ദിവസം ഇൻസ്പെക്ടർ നിന്നെ കുറിച്ചിട്ടുള്ള എല്ലാ സത്യവും എന്നോട് പറഞ്ഞു. എടോ, 10 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ മകൾ നിഷ കൊല്ലപ്പെട്ടു. ആ കേസിലെ പ്രതി ആരാണെന്ന് നിനക്കറിയോ? ഏതോ ഒരു കോടീശ്വരനായ വിശാലാണെന്ന് കേട്ടിട്ടുണ്ട്. എടോ പമ്പര വിഡ്ഢി, നിന്റെ മകൾ നിഷയെ കൊന്ന ആ വിശാല് തന്നെയാണ് നീ പോറ്റി വളർത്തുന്നില്ലേ ആ ഉരുക്ക് സതീശൻ. ഉരുക്ക് സതീശൻ എങ്ങനെയാ വിശാലാവുന്നത്? എടോ, വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ വെച്ച് ഉരുക്ക് സതീശൻ ഒരു അടിപിടിയിൽ കൊല്ലപ്പെട്ടു. ഞാൻ അവിടെ പോയിട്ട് നേരിട്ട് ഡീറ്റെയിൽസ് എടുത്താണ്. എന്റെ കയ്യിൽ തെളിവും ഫയലും ഒക്കെ ഉണ്ട്, കാണോ? ഇന്നത്തോടെ വിശാലിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും. എന്നാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, പഠിക്ക്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആ ദിവസം അവൻ നിങ്ങളുടെ മകളെ മാത്രമല്ല വേറെയും 6-7 പേരെ കൊന്നിട്ടുണ്ട്. ആണോ? എല്ലാത്തിന്റെ തെളിവ് ആ ഫയലിലുണ്ട്. വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടിരുന്ന് പഠിക്ക്, അപ്പൊ ബോധ്യപ്പെടും. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അവനോട് പ്രതികാരം ചെയ്യണം, ശക്തമായി പ്രതികാരം ചെയ്യണം. അതെങ്ങനെ? എടോ, അവന്റെ കാമുകിന്റെയും ചന്ദ്രദാസിന്റെയും എല്ലാവരുടെയും ഫോൺ നമ്പർ അതിനകത്തുണ്ട്. എല്ലാരും വിളിച്ച് സത്യം പറ. അല്ല, അതുകൊണ്ട് എന്താ കാര്യം? എടോ, ചെയ്യേണ്ടതൊക്കെ ബാക്കി അവര് ചെയ്തോളും. പിന്നെ ഞാനുണ്ടല്ലോ ഇവിടെ. അവന് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. നിങ്ങളെ മകളെ കൊന്ന് അവനെ വെറുതെ വിടരുത്. അവനോട് യാതൊരു സിമ്പതിയും കാണിക്കരുത്. നീ കൊന്ന നിഷ എന്റെ മോളാടാ. നിഷ നിങ്ങളെ മകളാണോ? ഗായത്രി, നിഷ നിന്റെ സിസ്റ്റർ ആയിരുന്നോ? അതെ. എനിക്ക് 3 പെൺമക്കളാ. അതിൽ മൂത്ത ആള് മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. നാട്ടിലെ ഗുണ്ടകളുടെ ഭയങ്കര ശല്യമാ. അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അച്ഛന് കഴിയില്ല. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അവര് കൊല്ലപ്പെട്ടു. അയ്യോ, എന്റെ വീട്ടിലേക്കൊന്നും വരണ്ട. അതെന്താ? എന്റെ വീട് കണ്ടാലേ സാർ ബോധം കേട്ട് വീഴും. ഗുഡ് ബൈ. എന്റെ മകൾ രാജേന്ദ്രൻ അന്നൊരു കോടീശ്വരനെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു. അത് നടന്നിരുന്നെങ്കിലേ ഞങ്ങളിന്ന് വലിയ കോടീശ്വരന്മാരാകുകയായിരുന്നു. എല്ലാം നീ നശിപ്പിച്ചു. പോട്ടെച്ചാ, അതൊന്നും സതീഷേട്ടനെ അറിഞ്ഞോണ്ട് ചെയ്തല്ല, അതെല്ലാം സംഭവിച്ചു പോയതാ. ഒരാക്ഷരം നീ മിണ്ടി പോകരുത്. ഗായത്രി, ഐ ആം സോറി. അച്ഛാ, ഞാനൊന്നും ബോധപൂർവം ചെയ്തതല്ല. നീ പറഞ്ഞ കഥ എനിക്ക് കംപ്ലീറ്റ് വിശ്വസിക്കാൻ പറ്റൂല. നീ രാജേന്ദ്രനെ കൊന്ന കഥ എന്റെ മകൾ മനസ്സിലാക്കി. അത് പുറത്തറിയാതിരിക്കാൻ നീ അവളെ കൊന്നു, അതല്ലേ സത്യം? ആ SI തെളിവ് സഹിതം കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിത് വിശ്വസിച്ചത്. അത് അങ്ങനെയല്ല നടന്നത്. അവൾ സ്വയം വെടിവെച്ച് മരിച്ചതാ.
അച്ഛൻ സത്യം അറിയണോ? ഞാൻ എന്നെ കൊല്ലാൻ അവൾക്ക് തോക്ക് കൊടുത്തതാ, പക്ഷെ അവൾ സ്വയം ആത്മഹത്യ ചെയ്തു. ശരി, എങ്കിൽ നീ എന്റെ മകൾക്ക് കൊടുത്ത അവസരം എനിക്കിതാ. ഞാൻ നിന്നെ കൊല്ലും, തല്ലി കൊല്ലും. പക്ഷെ നീ തിരിച്ച് എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. എങ്കിൽ നീ പറഞ്ഞ കഥ എല്ലാം ഞാൻ വിശ്വസിക്കും. അല്ലെങ്കിൽ നീയാണ് എന്റെ മകളെ കൊന്നത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മോളെ, നീ മിണ്ടാതിരിക്കും. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യനോടാണോ നീ സിമ്പതി കാണിക്കുന്നത്? ശരി, എന്നാ എന്നെ കൊല്ല്. ദാ തോക്കുതാ, പിടിക്ക്, കൊല്ല്. അയ്യോ, ഓടി ഓടുന്നു. നിന്നോട് പോകാനാ പറഞ്ഞു. അച്ഛൻ എന്താ കാണിച്ചേ? നിന്റെ സ്വന്തം സഹോദരിയെ കൊന്നതിനോട് ഇത്രയും സിമ്പതി വേണോ? അച്ഛൻ മനുഷ്യനായ ഒരു മിനിമം നന്ദി വേണം. ആ മനുഷ്യന്റെ വൃക്കയാണ് നിങ്ങൾക്ക് തന്നത്, അറിയോ? ഇവന്റെ വൃക്കയാണോ എനിക്ക് തന്നത്? ദൈവമേ. ആ വൃക്ക മാത്രമല്ല, നമ്മുടെ വീട് രക്ഷിക്കാൻ 6 ലക്ഷം രൂപ തന്നു. ഓപ്പറേഷന് 15 ലക്ഷം രൂപ തന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ മനുഷ്യനെ കൊന്നില്ലേ? ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? കഷ്ടായി പോയില്ലേ? ഇവനാണ് ഇത്രയും സഹായം ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. സതീശേട്ടനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല. മോളെ, തുള്ളിയായി പാവിച്ചു കണ്ണു